നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ, തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് MG ശ്രീകുമാർ ഉണ്ട്. നമസ്കാരം ശ്രീകുമാർ. നമസ്കാരം. പുലിയൂർ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാലസൗഹൃദ പഞ്ചായത്ത് കൂടിയാണ്. നിരവധി മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണ്. നെൽകൃഷിയാണ് മുഖ്യമായും ഉള്ളത്. ചെങ്ങന്നൂരിന്റെ MLA-യും ബഹുമാന്യായ മന്ത്രിയുമായ ശ്രീ സജി ചെറിയാൻ നടപ്പിലാക്കിയ ചെങ്ങന്നൂർ സമൃദ്ധി പദ്ധതിയിൽ കൂടി പാടശേഖരങ്ങൾ തരിച്ച് രഹിതമാക്കാനുള്ള നടപടികൾ ഏകദേശം പൂർത്തിയാകുന്നു. 95% പാടശേഖരങ്ങളിൽ നിലവിൽ കൃഷിയുണ്ട്. ഒരു പാടശേഖരത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ 2 കൃഷി കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടതോടുകൂടി അടുത്ത വർഷം മുതൽ 2 കൃഷി എല്ലാ പാടശേഖരങ്ങളിലും നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നെൽകൃഷിക്കൊപ്പം മറ്റ് പച്ചക്കറി കൃഷി വളരെ വ്യാപകമായി തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രദേശത്ത് ചെയ്യുന്നുണ്ട്. അതിന് പഞ്ചായത്ത് പ്രത്യേക പദ്ധതികൾ വെച്ച് അവർക്ക് ആവശ്യമായ ആനുകൂല്യം നൽകുന്നുണ്ട്. ഹരിതഗ്രാമം പദ്ധതി ഏറ്റവും വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ച ഒന്നാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ സ്ഥലം ഒരുക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. അതിൽ കൂടി അവർക്ക് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാകുന്നതിനും കൃഷി കൂടുതൽ ലാഭകരമായി ചെയ്യുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വിജയകരമായി കഴിഞ്ഞ വർഷങ്ങളിൽ ബന്ദിപ്പൂ കൃഷി ചെയ്ത പഞ്ചായത്താണ്. അടുക്കള തോട്ടങ്ങൾ പഞ്ചായത്തിന്റെ ഏരിയയിലുള്ള വീടുകളിൽ നമ്മൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് മെച്ചപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പപ്പായ ഗ്രാമം എന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും ഒരു പപ്പായ തൈ എത്തിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ്. ഈ വർഷം പ്രത്യേകമായി ഇലവാഴ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർഷിക മേഖലയിൽ ഏറ്റവും മികച്ച ഇടപെടലാണ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് എന്നാണ് പറയാൻ കഴിയും. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാലസൗഹൃദ പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞത്? തീർച്ചയായിട്ടും ബാലസൗഹൃദ പഞ്ചായത്ത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായി പുലിയൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഒന്നാണ്. 2022-23 വർഷത്തിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്താണ്. കുട്ടികളുടെ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധങ്ങളായ പദ്ധതികളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു അവാർഡ് അംഗീകാരം പുലിയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ഏറ്റവും പ്രധാനമായി കുട്ടികളുടെ മേഖലയിൽ എല്ലാ പഞ്ചായത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി അവരെ ബന്ധപ്പെടുത്തി എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ കുട്ടികൾക്ക് വേണ്ടി നിരവധി ആക്ടിവിറ്റീസ്, അത് ജെൻഡർ ക്ലബ്ബ് രൂപീകരണം, ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനം, ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനം, പേരന്റിംഗ് ക്ലിനിക്കിന്റെ പ്രവർത്തനം, അങ്ങനെ തുടങ്ങി കുട്ടികളെ പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങളുമായി ഉൾപ്പെടെ സഹകരിപ്പിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ശുചിത്വ ക്യാമ്പയിൻ കുട്ടികൾക്ക് നല്ല പങ്കാളിത്തം നൽകുന്നതിന് കഴിഞ്ഞു എന്നുള്ളതെല്ലാം നേരത്തെ തന്നെ നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികളാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകളിലെല്ലാം ഒരുക്കി കൊടുത്തു. അംഗനവാടികളുടെ സൗകര്യങ്ങൾ ഏറ്റവും മെച്ചമാക്കി കൊടുത്തു. കുട്ടികൾക്ക് ലൈബ്രറികൾ സ്ഥാപിച്ചു കൊടുത്തു. കമ്പ്യൂട്ടർ ലാബ് സ്കൂളുകൾക്ക് സ്ഥാപിച്ചു കൊടുത്തു. കായിക പരിശീലനം നടത്തി. ഫുട്ബോൾ പരിശീലനം പ്രത്യേകമായി നടത്തി. അങ്ങനെ കുട്ടികൾക്ക് ഏതെല്ലാം മേഖലയിൽ ഇടപെടാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നതിന് പഞ്ചായത്ത് തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതുണ്ട്. ഇപ്പൊ തന്നെ ഏറ്റവും പ്രധാനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ശ്രദ്ധ എന്നുള്ളത്.
ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ള 1000 ദിനങ്ങൾ എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പ്രത്യേകത. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് തുടങ്ങി ഫാമിലി കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് തുടങ്ങിയ എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു പ്രഗ്നൻസി പീരീഡ് മുതൽ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മുതൽ അവരെ കൗൺസിൽ ചെയ്യുന്നു. പ്രഗ്നൻസി പീരീഡിൽ ഉൾപ്പെടെ കുട്ടിക്ക് 2 വയസ്സ് കഴിയുന്നത് വരെയും കുട്ടികളെ എല്ലാ ശ്രദ്ധയും പഞ്ചായത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പ്രത്യേകത. സൂതികാ പരിചരണം, അതായത് പ്രസവ രക്ഷാ ശുശ്രൂഷ, അതും നൽകുന്നത് പഞ്ചായത്താണ്. എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ സമയങ്ങളിൽ മരുന്ന് പഞ്ചായത്ത് എത്തിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ബാലസുധ എന്ന പേരിൽ കുട്ടികൾക്ക് പ്രത്യേകമായി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികളുടെ മാനസിക ആരോഗ്യ പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ വളർച്ചയും ഉലർച്ചയും എന്നുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികളുടെ HB പരിശോധന നടത്തി അവർക്ക് അതിനാവശ്യമായ മരുന്ന് നൽകുന്നുണ്ട്. അങ്ങനെ സൂചിപ്പിച്ചു വരുമ്പോൾ എല്ലാ മേഖലകളിലും കുട്ടികളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നുണ്ട്. ഈ വർഷം നീന്തൽ കുളം പഞ്ചായത്ത് വാങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പാർക്ക് പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാലസൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ബഹുമതി പഞ്ചായത്തിന് ലഭ്യമായതും നാഷണൽ അവാർഡിനായി ശുപാർശ ചെയ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. പഞ്ചായത്തിലെ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രദ്ധ നേടിയത് കുട്ടികളുടെ 1000 ദിനങ്ങൾ ശ്രദ്ധ എന്നുള്ള പദ്ധതി തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് സമഗ്ര ആരോഗ്യ സർവേ നടത്തിയ പഞ്ചായത്ത് കൂടിയാണ്. ആരോഗ്യരംഗത്തുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ എത്രത്തോളമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾക്ക് പ്രധാനമായും അലോപ്പതി, ആയുർവേദ, ഹോമിയോ 3 മേഖലകളിലും പഞ്ചായത്തിൽ ആശുപത്രികളുണ്ട്. ആയുർവേദ ആശുപത്രിയിൽ എടുത്തു പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഒന്ന് NABH അക്രഡിറ്റേഷൻ, നാഷണൽ അക്രഡിറ്റേഷൻ നമ്മുടെ ആയുർവേദ ആശുപത്രിക്ക് ലഭിച്ചു എന്നുള്ളതുണ്ട്. ഒപ്പം ഹോസ്പിറ്റൽ എന്ന തരത്തിലേക്ക് ആയുർവേദ ആശുപത്രി മാറിയിരിക്കുകയാണ്. ആയുർവേദ ആശുപത്രിയോട് അനുബന്ധമായി യോഗ സെന്റർ നമ്മൾ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ആയുർവേദ ആശുപത്രിയോട് അനുബന്ധമായിട്ടുണ്ട്. ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സൂതികാ പരിചരണം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ, വയോജനങ്ങൾക്ക് ആയുർവേദ പരിരക്ഷ നൽകൽ തുടങ്ങിയ എല്ലാ പദ്ധതികളും ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാറുണ്ട്. ഒപ്പം തന്നെ FSCയും 3 സബ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 3 ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമാണ്. ആവശ്യമായ എല്ലാ മരുന്നുകളും ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാകുന്നതിന് പുറമെ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ കൂടി എല്ലാ മരുന്നുകളും ലഭ്യമാകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. പുറത്തുപോയി ലാബിന്റെ പരിശോധന നടത്തുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് പരിശോധന നടത്താനുള്ള സൗകര്യം അവിടെയുണ്ട്. ഒപ്പം കാര്യക്ഷമമായ പാലിയേറ്റീവ് പ്രവർത്തനം നമ്മുടെ FSCയുടെ കീഴിൽ നടക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾക്കെല്ലാം ഡയപ്പർ നൽകുന്നത്, വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നത്, അതെല്ലാം പഞ്ചായത്തിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. ആരോഗ്യ പ്രവർത്തകരെ, ആശാവർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും അംഗനവാടി ടീച്ചർമാരെയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ ഇടപെടൽ, വലിയ മുന്നേറ്റം നടത്തുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും നിരവധി വ്യത്യസ്തമായിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സമ്പൂർണ്ണ വനിതാ ഡിജിറ്റൽ വിദ്യാഭ്യാസം ആദ്യം കൊണ്ടുവന്നൊരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്താകെ കേരള സർക്കാർ കഴിഞ്ഞ വർഷം ഡിജി കേരള എന്നുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തു നടപ്പിലാക്കിയിരുന്നു. ഇപ്പം പഞ്ചായത്തും ഇപ്പോൾ സ്മാർട്ട് എന്ന അതിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മുനിസിപ്പാലിറ്റി ഒക്കെ മാറിയിരുന്നു. ഇപ്പൊ ഈ ഏപ്രിൽ 10 മുതൽ സ്മാർട്ടിൽ കൂടിയാണ് പഞ്ചായത്തുകൾ സേവനം നൽകുന്നത്. എന്നാൽ പുലിയൂർ ഗ്രാമപഞ്ചായത്ത് അതിന് കുറച്ചുകൂടി മുമ്പേ ആലോചിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ തന്നെ വനിതകൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നൊരു പദ്ധതി നടപ്പിലാക്കി. എല്ലാ വനിതകളെയും അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മെയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകി പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ അയക്കുന്നതിന് അവരെ പഠിപ്പിച്ചു. ഈ പേയ്മെന്റുകളെല്ലാം ചെയ്യാൻ, കറണ്ട് ടെലിഫോൺ ബില്ല്, അതുപോലെയുള്ള ഗ്യാസിന്റെ പേയ്മെന്റ്, അതുപോലുള്ള പേയ്മെന്റുകളെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ കൂടി ഓർഡർ നൽകുന്നതിന് ഒക്കെയുള്ളത്, അതായത് അത്യാവശ്യം ഒരു ഫോണിന്റെ സേവനങ്ങൾ ഏതെല്ലാം തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളത് പുലിയൂർ പഞ്ചായത്തിലെ മുഴുവൻ വനിതകളെയും 23-24
വർഷത്തിൽ തന്നെ പഠിപ്പിച്ചു എന്നുള്ളത് പുലിയൂർ പഞ്ചായത്തിന് അഭിമാനകരമായി പറയാൻ കഴിയുന്ന ഒന്നാണ്. അതായത് ഡിജിറ്റൽ വിദ്യാഭ്യാസം, സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാഭ്യാസം വനിതകൾക്ക് ആദ്യമായി നൽകിയ പഞ്ചായത്താണ് പുലിയൂർ എന്നുള്ളത്. തീർച്ചയായിട്ടും നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളാണ് വീടും അതുപോലെ തന്നെ കുടിവെള്ളവും. ലൈഫ് ഭവന പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ലൈഫ് ഭവന പദ്ധതിയിൽ നിലവിൽ തന്നെ 84 വീടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിൽ 136 വീടുകളും SC വിഭാഗത്തിൽ 75 വീടുകളുമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്രമം അനുസരിച്ച് അവർക്ക് വീട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. PMAY പദ്ധതിയിലും ഉൾപ്പെട്ട വീടുകൾ കൂടി നൽകുന്നതിനുള്ള ഫണ്ട് കൂടി ലഭ്യമായാൽ എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ ഭവനമുള്ള പഞ്ചായത്തായി 2 വർഷത്തിനകം പുലിയൂർ മാറാൻ കഴിയും എന്നുള്ള നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും എടുത്തു പറയുന്നത് മാലിന്യ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ, MCF സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മുന്നേറ്റം നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശരിയായി ജനങ്ങളിൽ ഈ ഒരു അവബോധം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണ്ടത്. വാർഡ് തലങ്ങളിൽ എല്ലാം ജനങ്ങളെ വിളിച്ചുകൂട്ടി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി കുടുംബശ്രീ സംവിധാനത്തെ ആകെ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ നടക്കുന്ന പഞ്ചായത്താണ്. ഈ മാർച്ചിലും 100% യൂസർ ഫീ കൈവരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ 2022 തന്നെ പുലിയൂരിൽ ശരിയായ രൂപത്തിൽ ആരംഭിച്ചു. പുതുമയോടെ പുലിയൂർ എന്നുള്ള പ്രത്യേക ക്യാമ്പയിൻ നടപ്പിലാക്കിയ പഞ്ചായത്താണ്. സംസ്ഥാന സർക്കാർ ഇത് നിർബന്ധമായി പഞ്ചായത്തുകളെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രത്യേക ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയ പഞ്ചായത്താണ്. MCFകൾ 2 ഉണ്ട്. വാർഡ് തലങ്ങളിലെല്ലാം മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് ആവശ്യമായ ട്രോളികൾ നൽകിയിട്ടുണ്ട്. ഇപ്പം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജംഗ്ഷനുകളെയൊക്കെ ഹരിത ജംഗ്ഷനുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളായി മാറ്റിയിട്ടുണ്ട്. ഹരിത അയൽക്കൂട്ടങ്ങൾ ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും മറ്റ് ഘടക സ്ഥാപനങ്ങളെയെല്ലാം ഹരിത സ്ഥാപനങ്ങളായി മാറ്റിയിട്ടുണ്ട്. തോടുകളുടെ നവീകരണം ഏകദേശം എല്ലാം KLDCയുടെ സഹായത്തോടെ, ബഹുമാന മന്ത്രിയുടെ സഹായത്തോടെ KLDC പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടുകളുടെ എല്ലാം നവീകരണം പൂർത്തിയായിട്ടുണ്ട്. കുളങ്ങളും ചാലുകളും സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കാണപ്പെട്ട പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോർട്ടബിൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ഭാവി വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക, ആ വികസന പ്രവർത്തനങ്ങൾ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിരിക്കുന്നത് ബഹുമാനായ മന്ത്രി സജി ചെറിയാന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അത് കൂടുതൽ ശക്തിപ്പെടുത്തി എല്ലാ ഗ്രാമീണ റോഡുകളും നവീകരിക്കുവാൻ ഉള്ള പദ്ധതികൾക്ക് രൂപം നൽകുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പഞ്ചായത്ത് ഏറ്റവും പ്രാധാന്യത്തോട് കാണുന്നു. ഈ ഭരണസമിതിയുടെ കാലത്ത് 4 അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തുന്നതിനും 2 എണ്ണത്തിന്റെ കെട്ടിടം പണിക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സബ് സെന്ററുകൾക്ക് കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്നു. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് വരുന്ന വർഷങ്ങളിൽ സ്വീകരിക്കും. ഇപ്പൊ നിലവിൽ തൊഴിൽ ലഭ്യമാകുന്നവർക്ക് വലിയ പ്രോത്സാഹനം സംസ്ഥാന ഗവൺമെന്റിന്റെയും വ്യവസായ വകുപ്പിന്റെയും ഒക്കെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്തും അത്തരം ആളുകൾക്ക് സബ്സിഡി നൽകുന്നതിനും തൊഴിൽ സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനും ഒക്കെയുള്ള പദ്ധതികൾക്ക് രൂപം നൽകും. ഇപ്രാവശ്യം പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 50 പേർക്കെങ്കിലും ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്റ്റിച്ചിങ് സെന്റർ, തയ്യൽ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പുലിയൂർ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എല്ലാ വെല്ലുവിളികളും തരണം ചെയ്ത് ഭാവി പ്രവർത്തനങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് MG ശ്രീകുമാർ പങ്കുവച്ചത്. നന്ദി ശ്രീകുമാർ.